ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ഉള്ളിലുള്ള ഈശോയോടുള്ള വിശ്വാസം അനുദിനം വർദ്ധിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ പോയപ്പോൾ ഈ സ്നേഹിതന് ഒത്തിരി കപ്പ കൃഷി ചെയ്യുന്ന ഒരാളാണ്. എന്നവിടെ ചെന്നപ്പോൾ നല്ല കോഴിക്കറിയും കപ്പയെല്ലാം ഇങ്ങനെ ഇവിടുത്തെ ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് ബീഫ് പോർക്ക് ഇതിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അലർജിയാണ്. ഈ ചൊറിഞ്ഞ് കടിച്ച് ഛർദ്ദിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ ചിക്കൻ കറിയുടെ ഒരു സ്മെല്ല് ഇങ്ങനെ ഒരു വ്യത്യാസം പോലെ വന്നു. ചിക്കൻ മസാല ഇട്ടല്ലായിരുന്നു ഉണ്ടാക്കിയത്, മീറ്റ് മസാല ഇട്ടാണ് ആ ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഞാനിതെല്ലാം കഴിച്ച് കൈയെല്ലാം കഴുകി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഈ ചേച്ചി എന്നോട് ചോദിച്ചു, ബീഫ് കഴിക്കത്തില്ലെന്ന് പറഞ്ഞ ആള് ഈ ഞാനെടുത്ത് വെച്ചിരുന്ന ബീഫ് മൊത്തം എടുത്ത് കഴിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്നേരം എൻ്റെ ഉള്ളിലേക്ക് ചിന്ത വന്നു, നേരാണല്ലോ, ഞാൻ ഇതിൻ്റെ സ്മെല്ല് വന്നപ്പം ബീഫ് കറിയുടെ സ്മെല്ലാണെന്നുള്ള ഞാൻ ഓർക്കുകയും ചെയ്തല്ലോ എന്നോർത്ത് ഞങ്ങളിരുന്നു സംസാരിക്കാന്ന് പറയാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ദേഹമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ബീഫാണല്ലോ ഞാൻ കഴിച്ചതെന്ന് നിർത്തി ഛർദ്ദിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ചേച്ചി എന്നെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ ഛർദ്ദിക്കൊന്നും വേണ്ട, എന്നിട്ട് അവർ ഫ്രിഡ്ജിലിരുന്ന ബാക്കി ചിക്കൻ്റെ ബാക്കി വറക്കാൻ വേണ്ടിയിരുന്ന കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റിയിരുന്നു, അതെന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ചിക്കൻ തന്നെയാണ് കറി വെച്ചത്, അതിന് മീറ്റ് മസാല ഇട്ട് കറി വെച്ചതാണ് എൻ്റെ സ്മെല്ല് വന്നത്, അതുകൊണ്ട് ഛർദ്ദിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈ അസ്വസ്ഥതയെല്ലാം അങ്ങോട്ട് മാറിപ്പോയി. പ്രിയപ്പെട്ടവർ, ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കൈവിഷമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ആരോ കൈവിഷം തന്ന് ഇങ്ങനെ വന്ന് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കേട്ടിരിക്കുന്ന മാതാപിതാക്കന്മാരാണ്. കാരണം മക്കൾ പഠനത്തിൽ പുറകോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ചെല്ലുമ്പോൾ ആരൊക്കെയോ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് കൈവശം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതോർത്ത് വിഷമിച്ചിരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും അതിനെ ഓർത്ത് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും, എന്നെ കഴിഞ്ഞ് വലിയ ശക്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു തവണ എന്നോട് ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ കൈവശം എൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരൻ, നിങ്ങൾ അതിനെ ഓർത്തൊന്നും വിഷമിക്കേണ്ട, നിങ്ങളുടെ ഉള്ളിൽ കൈവശമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഇതിനൊക്കെ ഇനി ശക്തനായിട്ടുള്ള ഒരാളാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് എനിക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഞാനന്നേരം ഈ വ്യക്തിയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പരിശുദ്ധാത്മാവ് ഒരു വചനം വന്നു. വചനം ഇതാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 14-ാം വാക്യം, സ്വതേ അശുദ്ധമായി ഒന്നുമില്ലെന്ന് കർത്താവായ യേശുവിലുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും. ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ചിക്കൻ കറി ബീഫ് കറി ആണെന്ന് ഓർത്ത് എൻ്റെ ചിന്തയിലേക്ക് വന്നപ്പോൾ ഇതെൻ്റെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുവാൻ തുടങ്ങി. എനിക്ക് ചൊറിച്ചിൽ പോലെ വന്നു, ഛർദ്ദിക്കുവാനൊക്കെ തുടങ്ങി. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മളോടൊരു നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിങ്ങോട്ട് കയറി പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാനത് പറയുമ്പോൾ ഈശോ ഇങ്ങനെ ശക്തമായിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഈ കാലഘട്ടത്തിൽ ദൈവജനം ഭയത്തിൻ്റെ അടിമത്തത്തിലൂടെ കടന്ന് ഈശോയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ നിങ്ങളൊന്ന് ഇതൊന്ന് വിശ്വാസത്തിൽ നിന്ന് ഏറ്റെടുക്കണം. മാമോദീസായിലൂടെ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ത്രിയേക ദൈവം, പരിശുദ്ധാത്മാവുള്ളിടത്ത് പിതാവുണ്ട്, പുത്രനുണ്ട്. ഈ ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിച്ച് അതിനെ ഓർത്ത് സങ്കടപ്പെട്ട് ഒരിക്കലും ഇരിക്കില്ല. കാരണം അങ്ങനെ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കത്തില്ല. ഇന്ന് പലരും ഈ ഒരു ഭയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം അവിടെ ഞാൻ പങ്കുവെക്കാം. ഒരു ദിവസം ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ ഒരു ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തി ഇങ്ങനെ കടന്നു വന്നു. എൻ്റെ ഈ സ്നേഹിതനും ഈ കടന്നു വന്ന വ്യക്തിയും പരിചയക്കാരാണ്. ഈ കടന്നു വന്ന വ്യക്തി ഒരു ശുശ്രൂഷകനാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വയറിലൊരു അസ്വസ്ഥമായിട്ട് വയറുവേദനയൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അന്നേരം എൻ്റെ സ്നേഹിതൻ ഈ കടന്നു വന്ന വ്യക്തിയോട് പറഞ്ഞു,
ഈ പുള്ളിക്കാരന് വയറിന് അസ്വസ്ഥതയാണ്, ഈ ആഴ്ചകൾ 1-2 ആഴ്ച കൂടുമ്പോൾ ഈ വയറിന് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കടന്നു വന്ന വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, എന്നോട് ചോദിച്ചു, നിങ്ങൾ എത്ര വർഷമായി കുമ്പസാരിച്ചിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസമായി കുമ്പസാരിച്ചിട്ടുള്ളൂ. കുർബാന എല്ലാ ദിവസവും കാണാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും കൂടെ കാണാറുണ്ട്. അപ്പം ഈ വ്യക്തി എന്നോട് വൈരാഗ്യം തീർക്കുന്നവരെ ചോദിച്ചു, ഈ 2019 നിങ്ങൾ എങ്ങനെയാ അന്നെങ്കിൽ കുർബാന കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ 2019 ഈ കോവിഡ് വന്ന സമയത്ത് ഞാൻ കുർബാന കണ്ടായിരുന്നു. കാരണം എനിക്കൊരു വികാരി അച്ഛനുണ്ട്, അച്ഛൻ്റെ പേര് തോമസ് തോട്ടിങ്കൽ എന്നാണ്. ഈ അച്ഛൻ അന്ന് ഈ കോവിഡ് കാലഘട്ടത്തിൽ കുർബാന ചൊല്ലൽ എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് അച്ഛനൊന്ന് ഈശോടുള്ള ആ വിശ്വാസ സ്നേഹം അച്ഛൻ എന്നോട് പറഞ്ഞു, കുർബാനയ്ക്ക് വരണം, നമുക്ക് കുർബാനയല്ല എന്ന് പറഞ്ഞ് ഞാനും അച്ഛനും കപ്പിയാരും കൂടി അന്ന് ആ കോവിഡ് എല്ലാവരും ദേവാലയത്തിൽ പോകാതെ വീട്ടിലിരുന്ന സമയത്ത് അച്ഛൻ ബലിയർപ്പിച്ചു. ഞങ്ങളും ഒന്നിച്ച് ഞങ്ങൾ 3 പേരും കൂടെ രാവിലെയും വൈകിട്ടും 2 കുർബാന അർപ്പിച്ച് കുർബാനയിൽ ഈശോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും. കാരണം എല്ലാവരും ഭയന്നിരിക്കുമ്പോൾ നമുക്ക് ആ ഈശോടുള്ള ആ ഒരു സ്നേഹം കൂടുതലായിട്ടൊന്ന് അനുഭവിക്കാൻ പറ്റിയൊരു സമയങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഈ വന്ന സഹോദരനോട് പറഞ്ഞു, ഞാൻ കാരണം ഈ കോവിഡിന്റെ സമയത്ത് 2 ബലിയർപ്പിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. അതിനുശേഷം ഈ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിൽ കൈവശം കിടപ്പുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത്, ഈ വയറ്റിനൊഴിച്ചിൽ അല്ലെങ്കിൽ ലൂസ് മോഷനൊക്കെ ഉണ്ടാകുന്നത് എന്ന് എന്നോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന് നിന്ന വ്യക്തിയും പറഞ്ഞു, അത് ചിലപ്പോൾ ശരിയായിരിക്കും, പുള്ളിക്കാരന് ഇത് അനുകൂലമായിട്ടുണ്ട്. എന്നിട്ട് ഈ വ്യക്തി പറഞ്ഞു, ഞാനൊരു സ്ഥാപനത്തിൽ പറഞ്ഞു തരാം, ഇവിടെ ചെല്ലുമ്പോൾ ഒരു മരുന്ന് കിട്ടും, ആ മരുന്ന് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മാറിക്കൊള്ളും എന്ന് പറഞ്ഞു, ഛർദ്ദിച്ചിത് മാറിക്കൊള്ളും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്രയും നേരം ഈ ചേട്ടൻ്റെ ബോട്ടിലായിരുന്നു ബോൾ കിടന്നത്. ചേട്ടൻ ഈ ബോൾ വെച്ച് എൻ്റെ പോസ്റ്റിലേക്ക് ഇങ്ങനെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം എൻ്റെ കോർട്ടിലേക്ക് ബോൾ വന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചേട്ടൻ്റെ കോർട്ടിലോട്ട് ഗോൾ അടിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് 4-5 സന്ദേശങ്ങൾ എനിക്ക് തന്നു. ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു. അപ്പോൾ ഈ വ്യക്തി എന്നോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇങ്ങനെ സന്ദേശങ്ങൾ കിട്ടുന്നതെന്ന് ചോദിച്ചു. കാരണം നമ്മളെല്ലാവരെയും കാണുന്നത് പാപിയാണ്, അങ്ങനെയൊക്കെയാണ് പലരും കാണുന്നത്. ഒരിക്കലും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വ്യക്തികൾ ഒരിക്കലും പാപികളല്ല, നമ്മളെ കഴിഞ്ഞും വിശുദ്ധരായിട്ടുള്ള വ്യക്തികളായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മളൊരിക്കലും ആ വ്യക്തിയെ ഒരു കുറവായിട്ട് പാപിയായിട്ട് ഒരിക്കലും കാണും. അപ്പോൾ ഈ വ്യക്തിയോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സന്ദേശങ്ങൾ കിട്ടുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാനും ചെറിയതായിട്ട് ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് എന്നോട് ഇങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കും. അപ്പം ഈ ചേട്ടനാകെ ഡൗണായിപ്പോയി. കാരണം ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ കൈവശം കിടപ്പുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകൾ തന്നതിന് ശേഷം ഞാൻ ഈ ചേട്ടനോട് തിരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കുറച്ച് സന്ദേശങ്ങൾ ഈ ചേട്ടനോട് ചോദിച്ചപ്പം ചേട്ടൻ്റെ ഉത്തരം പൊട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഞാനെന്ന് പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്തുന്നതോ പരിഹസിക്കുകയോ ചെയ്യുന്ന ഒരാത്മാവല്ല. ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികൾ ഇതുപോലെ ഭയത്തിൻ്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളോട് ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അല്ല നിങ്ങളുടെ ഉള്ളിൽ കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയല്ല പറയുന്നത്, നിങ്ങളെ നിരാശയിലേക്ക് കടത്തിവിട്ട് പിശാചിൻ്റെ പക്ഷത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എൻ്റെ ഉള്ളിൽ മാമോദീസായിലൂടെ എൻ്റെ ഉള്ളിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം വസിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനെ കഴിഞ്ഞും വലിയവനാണ്. ഈ ഒരു വിശ്വാസം നിങ്ങൾ ഏറ്റെടുത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കരുത്. ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ചിലരോടൊക്കെ ഇങ്ങനെ പറയും കൈവശമില്ലെന്ന് പറയുമ്പോൾ അവരിങ്ങനെ ഒത്തിരി നിന്ന് വാദിക്കും. എൻ്റെ നമ്പർ ഇതിൻ്റെ അകത്ത് യൂട്യൂബിൽ ഇടുമ്പോൾ ഇതിൻ്റെ താഴെ കിടപ്പുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാം. ഞാനല്ല, എന്നിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവർ, ഒരു വ്യക്തി പോലും, ഏതെങ്കിലും വ്യക്തികൾ ഇതുപോലെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് നിരാശയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈശോയുടെ രക്തം വിളിച്ച് അത് കഴുകി പ്രാർത്ഥിച്ചോണം. കാരണം നിങ്ങൾ ദൈവജനം ഒരിക്കലും ഭയത്തിൻ്റെ അടിമത്തത്തിൽ കൂടെ കടന്നു പോകുവാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈശോയുടെ ആ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പോകുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്.
പല വ്യക്തികളും പല സ്ഥലങ്ങളിലും ഇത് പറയും, നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ കൈവശമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് കേട്ട് നിരാശയിലൂടെ പോകുവാൻ വേണ്ടി ഉള്ളതല്ല നിങ്ങളുടെ ജീവിതം. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള നെഗറ്റീവ് വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ഏശത്തില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം കഴിഞ്ഞ ഈ ഒരു മാസം മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായതാണ്. കാരണം അത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമല്ല, അതുകൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നില്ല. ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ആ ഹൃദയത്തിൽ നിന്ന്, ആ ചിന്തയിൽ നിന്ന് ഈ നെഗറ്റീവ് വാക്കുകൾ എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമാധാനവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളോട് കൊണ്ടുണ്ടായിരിക്കട്ടെ. അവേ മരിയ, ക്രൈസ്തലർ, ഹല്ലേലൂയ.